ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പുക നല്ല രീതിയിൽ അവിടെ ഉണ്ട്, രക്ഷാപ്രവർത്തകരടക്കം അവിടെയുണ്ട്. അപ്പോൾ ഈ പുക ഇങ്ങനെ പടരുമ്പോൾ അവിടെ ഉള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ സമീപവാസികൾക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? ഇപ്പൊ ശ്യാം പറഞ്ഞല്ലോ അടുത്തുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് ആളുകളെയൊക്കെ മാറ്റാനായി സാധിച്ചു എന്നത്. ക്രിസ്റ്റീന, നേരത്തെ കണ്ടിരുന്ന പുകയുടെ 1/3 മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. നമ്മളിവിടെ വരുന്ന സമയത്ത് ഇവിടെ മനുഷ്യർക്ക് പരസ്പരം കാണാൻ കഴിയാത്ത രീതിയിൽ വിഷപ്പുക വ്യാപിച്ചിരുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കൊച്ചിയുടെ അന്തരീക്ഷത്തിലാകെ വ്യാപിച്ചിരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 2 മണിക്കൂർ, നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് 2.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്തേക്ക് പെയ്ത മഴ ഇവിടെ വലിയ രീതിയിൽ ആ പുകയ്ക്ക് ശമനം വരുത്തിയിരുന്നു. അങ്ങനെ ആശ്വസിച്ചിരുന്ന സമയത്താണ് വീണ്ടും ഈ കെട്ടിടത്തിന്റെ മറുവശം JCB ഉപയോഗിച്ച് പൊളിക്കുകയും അവിടെ തീ ഉണ്ടെന്ന് കണ്ടെത്തുകയും രക്ഷാപ്രവർത്തകർ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് തീ നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ആ വിഷപ്പുക ഉയരുന്ന സാഹചര്യമുണ്ട്. ഇവിടെ കണ്ണ് എരിയുന്ന ഒരു സാഹചര്യമുണ്ട്. വിഷപ്പുകയാണ്, കാരണം പ്ലാസ്റ്റിക്കും ടിന്നുകളും ഉൾപ്പെടെയുള്ളതാണ് കത്തിയിരിക്കുന്നത്. ടോക്സിക് ആയിട്ടുള്ള വസ്തുക്കൾ തന്നെയാണ് കത്തിക്കൊണ്ടിരിക്കുന്നതും പുക ഉയരുന്നതും. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് ഇവിടെയുള്ളവർക്കുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ പൂർണ്ണമായും ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്ന വൃദ്ധയെ ഉൾപ്പെടെ സുരക്ഷിതമായി മാറ്റിയിരുന്നു. അതിനുശേഷം പൊട്ടിത്തെറി ശബ്ദങ്ങൾ നിരന്തരമായി കേട്ടിരുന്നതായിട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തിരുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം, അത് ഫയർഫോഴ്സിന്റെ ഒരു ഏകോപനത്തിന്റെ വലിയ കയ്യടികൾ അർഹിക്കുന്ന രക്ഷാപ്രവർത്തനമാണ് നടന്നത്. കാരണം കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗം റെയിൽവേ സ്റ്റേഷൻ, ഇന്ത്യൻ ഓയിലിന്റെ പെട്രോളിയം പൈപ്പ് ലൈൻ കടന്നു പോകുന്നത് ഈ കെട്ടിടത്തിന്റെ സൈഡിലൂടെയാണ്. ഒരുപക്ഷെ ആ കെട്ടിടം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അടിയിലൂടെയാണ് ആ പൈപ്പ് ലൈൻ കടന്നു പോകുന്നത്. അവിടെ ബോർഡുകൾ വച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ അപകടങ്ങളിലേക്ക്, ദുരന്തങ്ങളിലേക്ക് പോകാമായിരുന്ന ഒരു അപകടത്തെയാണ് കൊച്ചി നഗരം ഉറങ്ങുമ്പോൾ ഉണ്ടായ അപകടത്തെ ഉണരുന്ന സമയത്ത് രക്ഷാപ്രവർത്തകർക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ഉയരുന്ന പുക ആശങ്കപ്പെടുത്തുന്നത് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത് മാത്രമാണ്. പക്ഷേ തീ പൂർണ്ണമായും നിയന്ത്രിച്ചിരിക്കുന്നു. പുകയും നമ്മുടെ രക്ഷാപ്രവർത്തകർ ഉടൻ തന്നെ പൂർണ്ണമായും നിയന്ത്രിക്കുമെന്നുള്ള ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 3 മണിക്കൂർ പിന്നിടുകയാണ് തീപിടുത്തം ഉണ്ടായിട്ട്. അതിനുള്ളിൽ തന്നെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സ് ടീമിന് സാധിച്ചിട്ടുണ്ട്. അത് ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. അതേസമയം ഈ തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ? ഇത് ഷോർട്ട് സർക്യൂട്ട് ആകാം എന്ന നിഗമനം ഉണ്ടോ? അല്ലെങ്കിൽ സാധാരണഗതിയിൽ അത്തരം കാര്യങ്ങളാണല്ലോ നോക്കുക. ഈ സാമൂഹ്യ വിരുദ്ധർ തീയിട്ടതാകാമെന്നും കൂടി പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സാധ്യത എന്താണ്? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കാരണം 10-30 വർഷത്തിലധികമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ്. ഇതുവരെയും ഇത്തരത്തിലുള്ള പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല എന്നും കൂടി ശ്യാം പറഞ്ഞല്ലോ. പ്രജിൻ, ആദ്യഘട്ടം എന്ന രീതിയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനാണ് ഉദ്യോഗസ്ഥർ പ്രാധാന്യം നൽകുന്നത്. അന്വേഷണം എന്നുള്ളത് ഇത്തരം അപകട സ്ഥലത്ത് അതിന്റെ അടുത്ത ഘട്ടമാണ്. ആദ്യഘട്ടത്തിൽ ഒരു ആൾക്ക് പോലും പരിക്കേൽക്കാതെ അവിടെ നിന്ന് മാറ്റുക, കൂടുതൽ കാഷ്വാലിറ്റികൾ ഉണ്ടാകാതെ നോക്കുക. അങ്ങനെയാണ് അതിന്റെ ഗൈഡ് ലൈനിൽ പോലും, രക്ഷാപ്രവർത്തനത്തിന്റെ ഗൈഡ് ലൈനിൽ പോലും പറയുന്നത്. അതിന്റെ ആദ്യഘട്ടത്തിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. രണ്ടാമത് പ്രജിൻ ചോദിച്ചതുപോലെ തന്നെ ഈ കെട്ടിടത്തിന്റെ ഉടമ ലൈസൻസിയായ രാജു ആണ് കുറച്ചു സമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഇത് സ്വാഭാവികമായും ഉണ്ടായ ഒരു അപകടമെന്ന് അവർ കരുതുന്നില്ല. കാരണം സാമൂഹ്യ വിരുദ്ധരോ അവരോട് പകയുള്ള ആളുകളോ അല്ലെ കച്ചവട സംബന്ധമായ തർക്കമുള്ള ആളുകളോ ആരെങ്കിലും ചെയ്തതാകാം. കാരണം ഫയർ ഉണ്ടായ സ്ഥലത്ത് KSEBയുടെയോ മറ്റും വൈദ്യുതി ലൈനുകൾ ഇല്ലാത്ത സ്ഥലമാണ്, വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത സ്ഥലമാണ്. അവിടെയാണ് ആദ്യം തീയുണ്ടായത്. സ്വാഭാവികമായും ആരെങ്കിലും തീയിട്ടതാകാം എന്നുള്ള ഒരു സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ആ സംശയം ശരിയായിരുന്നോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് പോലീസാണ്. അതിനുള്ള ഉത്തരം നൽകേണ്ടതും പോലീസാണ്. പക്ഷേ അതിനുള്ള സമയമല്ല ഇത്. ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർത്തീകരിച്ച ശേഷം മാത്രമേ പോലീസിന് അതിന്റെ ചുമതലകളിലേക്കും ജോലികളിലേക്കും കടക്കാൻ സാധിക്കുകയുള്ളൂ. കൊച്ചി ACP രാജ്കുമാർ രാവിലെ നമ്മളോട് സംസാരിക്കുമ്പോഴും പറഞ്ഞത് രക്ഷാപ്രവർത്തനം അതിന്റെ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ അതിനുശേഷം അന്വേഷണം ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ളത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലൈസൻസ് ഉൾപ്പെടെയുള്ള കെട്ടിടമാണ് എന്നുള്ളത് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. ഏതായാലും അതൊക്കെ മറ്റു വകുപ്പുകളുടെ അന്വേഷണത്തിലെ മതിയായ ലൈസൻസ് ഉണ്ടായിരുന്നോ, സാധനങ്ങൾ സംഭരിച്ചിരുന്നത് കൃത്യമായ നിയമപ്രകാരമായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതൊക്കെ നഗരസഭയും മറ്റു വകുപ്പുകളും ഒക്കെ പരിശോധിക്കേണ്ട വസ്തുക്കളാണ്. പക്ഷേ അതൊന്നും ഇപ്പോൾ പരിശോധിക്കേണ്ട സമയമല്ല. ഇപ്പോൾ രക്ഷാപ്രവർത്തനം അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾക്ക് പോലും അപകടം ഉണ്ടാകാതെ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊട്ടടുത്ത ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. ആ അപ്പാർട്ട്മെന്റിൽ നിരവധി പേരുണ്ടായിരുന്നു. തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ അവരെ എല്ലാം ഇവിടെ നിന്ന്
സുരക്ഷിതമായി മാറ്റാൻ സാധിച്ചു. വിഷപ്പുക നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കണ്ണെരിയുകയും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ എത്ര വലിയ അവസ്ഥയിലായിരിക്കും അപ്പോൾ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ തീയുടെയും പുകയുടെയും ഇടയിലൂടെ ഈ തീ അണയ്ക്കാനും പുക നിയന്ത്രിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും 3 മണിക്കൂറിലധികമായി ആ ഉദ്യോഗസ്ഥർ അതേ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ JCB എത്തിച്ചപ്പോൾ മാത്രമാണ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും പൊളിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചത്. നേരത്തെ പെയ്ത മഴ വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം കൊച്ചിയുടെ ആകാശത്ത് പടർന്ന ആ വിഷപ്പുകയെ നിർവീര്യമാക്കാൻ ആ മഴയ്ക്ക് ഒരുപക്ഷെ സാധിച്ചിരുന്നേക്കാം. പക്ഷേ ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിക്കുമ്പോൾ വീണ്ടും വിഷപ്പുക അന്തരീക്ഷത്തിലേക്ക് വമിക്കുകയാണ്. അത് വലിയ രീതിയിൽ വ്യാപിക്കുന്നുണ്ട്. ഇത് നേരത്തെ മുൻപ് ഇവിടെ ബ്രഹ്മപുരത്തേക്കുള്ള തീപിടുത്തമുണ്ടായപ്പോൾ കൊച്ചി നഗരത്തിൽ ഉണ്ടായതുപോലെ അത്ര ശേഷിയില്ലെങ്കിലും ഈ പ്രദേശത്തുള്ള പലർക്കും ഉയർന്ന കെട്ടിടങ്ങളും ഫ്ളാറ്റുകളും നിറഞ്ഞൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതിനാൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് എത്താനും ജോലിക്കും മറ്റും വരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ തീവ്രത കുറയ്ക്കാനും അത് സാധ്യതയുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സ്വാഭാവികമായ അപകടമല്ലായിരുന്നു എന്ന് കെട്ടിട ഉടമ പറയുന്നു. എങ്കിൽ അത് എങ്ങനെ ഉണ്ടായി എന്ന് കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്. അത് അതിന്റെ അടുത്ത ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയായ ശേഷം തീ പൂർണ്ണമായും നിയന്ത്രിച്ച ശേഷം പുക അടങ്ങിയ ശേഷം പോലീസിന്റെ അന്വേഷണം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഒരുപിടി സംശയങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. നിലവിൽ 3 മണിക്കൂറിലധികമായി കൊച്ചി നഗരത്തെ ആശങ്കയിലാക്കിയ, കൊച്ചി നഗരം ഉറങ്ങുന്ന സമയത്ത് ഉണ്ടായ തീപിടുത്തം കൊച്ചി നഗരം ഈ വാർത്ത അറിഞ്ഞു വരുമ്പോഴേക്കും നിയന്ത്രിച്ചിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ ശുഭകരമായ വാർത്ത പങ്കുവെക്കാനുണ്ട്. അപ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഉള്ളത് പുക അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു എന്നുള്ളത്. സ്വാഭാവികമായും ഈ പ്രദേശത്തിന് അടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഉൾപ്പെടെ ശ്വാസം മുട്ടലും മറ്റുമുള്ള ആളുകൾക്ക് ഉൾപ്പെടെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ പുക അവരെ ബുദ്ധിമുട്ടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത്തരത്തിൽ ഉള്ള ആളുകൾ മാറേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രയ്ക്ക് പുകയാണ് വമിക്കുന്നത്. പക്ഷേ നേരത്തെ ഉണ്ടായ സാഹചര്യം വെച്ച് നമ്മൾ ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ കുറവാണ്. നേരത്തെ കണ്ണ് കാണാൻ കഴിയാത്ത രീതിയിലുള്ള പുകയായിരുന്നു തീയോടൊപ്പം ഇവിടെ പടർന്നുകൊണ്ടിരുന്നത്. ആ പുകയ്ക്കാണ് ഇപ്പോൾ കുറവ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം അതിന്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. 2.5 മണിക്കൂറായി നിയന്ത്രിച്ചിരുന്ന ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നു. സൗത്ത് മേൽപ്പാലത്തിലൂടെ വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും വാഹനങ്ങൾ കടത്തിവിടാറായിട്ടില്ല. ഫയർഫോഴ്സിന്റെ ഉൾപ്പെടെ വാഹനങ്ങൾ അവിടെ കിടക്കുകയാണ്. ഏതായാലും അവസാന ഘട്ടത്തിലേക്ക് രക്ഷാപ്രവർത്തനം തുടർന്നു എടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തീ പൂർണ്ണമായും കെടുത്തിയിരിക്കുന്നു. പുകയാണ് ഇപ്പോൾ ഇവിടെ പൂർണ്ണമായും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരി ശ്യാം, തുടരുക. കൂടുതൽ വിവരങ്ങൾ അടുത്ത ഘട്ടത്തിൽ നൽകുക. മറ്റ് പ്രതികരണങ്ങളിൽ കൂടി നമ്മൾ ഒന്ന് പോകേണ്ടതുണ്ട്. എന്തായാലും ഈ തീപിടുത്തം ഉണ്ടായത് പുലർച്ചെ 2:30-നും 3-നും ഇടയിലാണ് എന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. 30 വർഷമായി ആക്രി കച്ചവടം ചെയ്യുന്ന സ്ഥാപനത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സിന്റെ 10-ലധികം യൂണിറ്റുകൾ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു എന്നും അസിസ്റ്റന്റ് കമ്മീഷണർ 24 പറഞ്ഞു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് 1:30 മണിക്കും 2 മണിക്കും ഇടക്കായിട്ടാണ്. ഇതൊരു വർക്ക്ഷോപ്പ്, ഒരു വീടും കൂടിയാണ്. അപ്പുറത്തൊരു ആക്രിക്കടയാണ്, ശിവപാർവതി ആക്രിക്കട എന്നുള്ളതാണ് പേര്. അത് രാജു എന്ന് പറഞ്ഞൊരാളുടെയാണ്. ഇയാൾ ഒരു 10-30 വർഷക്കാലമായിട്ട് നടത്തുന്നൊരു സ്ഥാപനമാണ്. ഈ കടയുടെ ബാക്കിൽ നിന്നൊരു തീ ഈ വീട്ടുകാരൻ കിടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ആ വീട്ടുകാരൻ അയാൾ ഓണറുമാണ്. അപ്പോൾ അയാൾ കേട്ട ശബ്ദത്തിൽ നിന്നാണ് ഈ പറഞ്ഞ സാധനം മനസ്സിലാവുന്നത്. കൺട്രോൾ ആയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഏതാണ്ട് ഒരു 10-ലധികം യൂണിറ്റ് ഫയർഫോഴ്സ് വന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഫോംസ് അടിച്ച് കൺട്രോളായി. മറ്റൊരു പ്രതികരണത്തിലേക്ക് കൂടി പോകാം. തീപിടുത്തത്തിന് മുൻപ് എന്തോ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടു. തൊട്ടു പിന്നാലെ മകൻ എത്തി തന്നെ പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും വീടിന്റെ പുറകുവശത്ത് തീ പിടിച്ചു തുടങ്ങിയിരുന്നു എന്നാണ് സ്ഥാപന ഉടമയുടെ മാതാവ് സരസ്വതി അമ്മ 24-നോട് പറഞ്ഞത്. 2 മണിക്ക് ഞാൻ ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റ് വന്ന മോനപ്പോൾ ഉറങ്ങിയില്ല. ഞാൻ ചോദിച്ചെന്തോ ഉറങ്ങാച്ചെന്ന്. തിരിച്ച് വന്നപ്പോൾ ലൈറ്റ് പോയി കഴിഞ്ഞപ്പോൾ മോനെൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പോന്നു. കത്തുന്നു അപ്പുറത്തെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നെയും കൈ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതിനകത്തേക്ക് ഇങ്ങനെ ആളി കത്താൻ തുടങ്ങി. സാധനങ്ങളൊക്കെ പുറത്തെടുത്തിട്ടല്ല, സാധനങ്ങളൊക്കെ അവിടെ കിടക്കും അതിനുള്ളിൽ. ആ, പൊട്ടിക്ക് സൗണ്ട് കേട്ടാണ് മകൻ പുറത്തോട്ട് ഇറക്കൊണ്ടുവന്നത്. ആദ്യഘട്ടത്തിൽ ഈ തീപിടുത്തം ഉണ്ടായതിനു ശേഷം വന്ന പ്രതികരണങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ശ്യാംകുമാർ തുടരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ ഈ സ്ഥാപന ഉടമയുടെ മാതാവ് സരസ്വതി നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാണ് ഒരു ശബ്ദം കേട്ടു, ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം ഉണ്ടായി എന്ന് പറയുന്നു. അത് നേരത്തെ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ പൊട്ടിത്തെറിച്ചിട്ടാണ് ഈ തീപിടുത്തം ഇത്ര വലിയ തീപിടുത്തമായി മാറിയതെന്ന് ശ്യാം പറഞ്ഞത്. ഒരു പക്ഷേ ആ ശബ്ദം തന്നെ ആയിരിക്കാം
അവർ കേട്ടിട്ടുണ്ടാവുക. മാത്രമല്ല ആക്രി സ്ഥാപനമാണ്, അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായൊരു ധാരണ പോലും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഈ തീപിടുത്തത്തിൽ ഒരുപക്ഷെ കത്തിയോ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചോ ഒക്കെ പോയിട്ടുണ്ടാവും. ഈ തീപിടുത്തത്തിൻ്റെ ഒരു വ്യാപ്തി ശ്യാം അവിടെ നിന്ന് മനസ്സിലാക്കുമ്പോൾ എത്രമാത്രമുണ്ട്? പൂർണ്ണമായും ആ കെട്ടിടം കത്തി നശിച്ചു എന്ന് പറയാവുന്ന രീതിയിൽ തന്നെയല്ലേ ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും. കാരണം നമ്മളിവിടെ എത്തുമ്പോൾ തീഗോളം വിഴുങ്ങുന്ന ഒരു കെട്ടിടമായിരുന്നു ഇത്. ആ കെട്ടിടത്തിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പല ഭാഗത്തു നിന്നും തീ നിയന്ത്രിക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നതും. സ്വാഭാവികമായും ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഒരു തീയുടെ ഒരു കണിക പോലും കാണാനില്ലാത്ത വിധത്തിൽ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ തീ നിയന്ത്രിച്ചു എന്നുള്ളതാണ്. നിലവിൽ അവിടെ JCB ഉപയോഗിച്ച കെട്ടിടത്തിന്റെ ഒരു വശം പൊളിച്ചത് തന്നെ ഇനി തീ പിടിക്കാനുള്ള സാധ്യതയുണ്ടോ, തീ പിടിക്കാനുള്ള വസ്തുക്കളിലേക്ക് തീ എത്താനുള്ള ഒരു സാധ്യതയെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് അത്തരത്തിലുള്ള പരിശോധനയിലാണ് അവിടെ വീണ്ടും തീ കാണുകയും അവിടെ തീ നിയന്ത്രിക്കുകയും ചെയ്തത്. അത് ഏതായാലും അതിൻ്റെയും ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. JCB ഉപയോഗിച്ച് ആ കെട്ടിടത്തിന്റെ ഒരു വശം പൂർണ്ണമായും പൊളിച്ചുകൊണ്ടാണ് ഫയർഫോഴ്സ് വെള്ളം പമ്പ് ചെയ്ത് തീ നിയന്ത്രിക്കുകയും പുക നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അപ്പോഴും അകത്തുള്ള വിഷപ്പുക അന്തരീക്ഷത്തിലേക്ക് വമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തത്തിന് കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടെ കൊച്ചിയിൽ ഇത്ര വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഏതായാലും തീപിടുത്തത്തിനപ്പുറം ആ തീപിടുത്തം ഉണ്ടായ സ്ഥലം വലിയ പ്രധാനമാണ്. കാരണം കൊച്ചി നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ 6ാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നാണ് ഈ കെട്ടിടം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത് ഈ കെട്ടിടത്തിൻ്റെ മുന്നിലൂടെയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പെട്രോളിയം പൈപ്പ് ലൈൻ പോകുന്നത് എന്നുള്ളത് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തുമായിരുന്നു. തൊട്ടടുത്ത് ആളുകൾ താമസിക്കുന്ന വലിയ ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് മൂന്നാമത്തെ ഒരു കാര്യമായിരുന്നു. ഈ 3 ഘട്ടങ്ങളെയും കൃത്യമായി ഏകോപിപ്പിക്കാനായിട്ട് നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുന്നു, റെയിൽ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കുന്നു. അങ്ങനെ 2.5 മണിക്കൂറോളം കൊച്ചിയിലേക്കുള്ള റെയിൽ ഗതാഗതം നിയന്ത്രിക്കുന്നു. തൊട്ടു പിന്നാലെ ഈ ഫയർഫോഴ്സിന്റെ വിവിധ യൂണിറ്റുകൾ ഈ കെട്ടിടത്തിന്റെ ചുറ്റും നിന്ന് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് തീ നിയന്ത്രിക്കുന്നു. കനത്ത പുകയ്ക്കിടയിലും അവർ ഒരു നേരം പോലും മാറി നിൽക്കാതെ തീ നിയന്ത്രിക്കാനായി ശ്രമിക്കുന്നു. അതിനുശേഷം ഇവിടെ കൂടുതൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫയർ യൂണിറ്റുകളെ വിളിച്ചു വരുത്തുന്നു. ഇപ്പോൾ വീണ്ടും ശക്തമായ മഴ ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ മഴ കുറച്ചു നേരം കൂടി നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഉയർന്ന ഈ വിഷപ്പുകയ്ക്ക് ഒരു പരിധിവരെ ശമനം ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഫയർ യൂണിറ്റുകൾ മണിക്കൂറുകൾ പരിശ്രമിച്ച് ആ കെട്ടിടത്തിൻ്റെ ഉണ്ടായ തീപിടുത്തത്തെ നിയന്ത്രണ വിധേയം ആക്കിയിട്ട് തന്നെയുണ്ട്. ഏതായാലും കനത്ത മഴ തന്നെ വീണ്ടും പെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെയും ഇതുപോലെ കുറച്ചു നേരം ഏകദേശം 10 മിനിറ്റോളം നീണ്ടുനിന്ന മഴ പെയ്തപ്പോഴാണ് അന്തരീക്ഷത്തിൽ ഉയർന്ന വിഷപ്പുകയ്ക്ക് ശമനമുണ്ടായത്. അതിന് പിന്നാലെ ഫയർ യൂണിറ്റ് ഓഫീസർമാർ നമ്മളോട് സംസാരിച്ചപ്പോൾ JCB കൊണ്ടുവരും, JCB എത്തിച്ച ശേഷം ഇവിടെ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പൊളിക്കും, തീയുടെ ഒരു കണിക പോലും ഇല്ല എന്ന് പരിശോധിച്ച് ഉറപ്പിച്ച ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ JCB ഇവിടെ എത്തിച്ചു, കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും പൊളിച്ചു നീക്കി. അങ്ങനെ പൊളിച്ച ശേഷവും അവിടെ തീയുടെ സാന്നിധ്യം അവർ കണ്ടെത്തി. ആ പ്രദേശത്തേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് തീ ഇനി വ്യാപിക്കാൻ സാധ്യതയില്ല എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്തു. ഇപ്പോഴും പുക അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നുണ്ട്. പക്ഷേ മഴ പെയ്ത് വന്നത് ഒരു തരത്തിൽ അനുഗ്രഹമായി എന്ന് പറയാം. പക്ഷേ രക്ഷാപ്രവർത്തകർ ഈ മഴയത്ത് തന്നെ നിന്നുകൊണ്ടാണ്, ഈ കനത്ത വിഷപ്പുകയിൽ നിന്നുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഏതായാലും വലിയ സാധനങ്ങൾ തുടരുക. എറണാകുളത്ത് സൗത്ത് മേൽപ്പാലത്തിനടുത്തുള്ള ആക്രിക്കടയിൽ വൻ തീപിടുത്തമുണ്ടായത് ഇന്ന് പുലർച്ചെയോടെയാണ്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു. എന്നാൽ പുകയുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്നത് കാരണം പുക എത്രയും വേഗം ആ പുക അടങ്ങാൻ ഒരു സാധ്യതയുണ്ടെന്നാണ് ശ്യാംകുമാർ പറയുന്നത്.